നന്മ മരങ്ങളുടെ അവസാനം ഇതുപോലെയാവും കേട്ടോ. ഷാലു പേരെന്ന നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ നന്മ മരം, ഞാൻ ആ പുള്ളിയെ പറ്റിയുള്ള എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് എനിക്ക് കേൾക്കേണ്ടത് മുഴുക്കുടിയൻ എന്ന ലേബലും. എന്തിനാണ് ഈ വൃദ്ധയായ അമ്മയെ ഈ ഷാലുപ്പേട് മർദ്ദിച്ചത്? ഷാലുപ്പേടിന്റെ പേരിൽ മലയങ്കിൽ സ്റ്റേഷനിൽ ഈ അമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നു. അതിന്റെ ഫലമായി കേസിന്റെ ഫലമായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പം ഷാലുപ്പേയാട് ആ അമ്മയെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു. എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ തിരിച്ച് അതുപോലെ പെരുമാറിയപ്പം അതിനെ മാത്രം വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ചായറ്റ് ദൈവം കരഞ്ഞു ഒഴിക്കുന്നു. ഈ വീഡിയോ ആണ് ഷാലുപ്പേട് ഇട്ട വീഡിയോ. അബദ്ധം പറ്റി എനിക്ക്. റോഡിൽ കടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെ ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവര് നമ്മുടെ അടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതെനിക്ക് ആരോടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവര് മൊത്തം അലമ്പും. ആ അമ്മച്ചി അവിടെ ഷോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവരെ ചവിട്ടിക്കൂട്ടിയത് ഷാലുപ്പേടുന്ന ഈ വ്യക്തിയാണ്, ഈ നരാധമനാണ്, ഈ നന്മ മരമാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമായി കൈ വയ്ക്കാൻ തുടങ്ങിയത്. അവരെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഷാലുവിന്റെയും ഇവളെയും എന്നെ വാർത്താനം വേറെ ഒന്നുമല്ല. ഇവിടെ 2 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ 2 മാസത്തിനകത്ത് വെച്ചു നിങ്ങൾക്ക് ഞാനൊരു ഷീറ്റിട്ട വീട് വെച്ച് തരാം. അതിന്റെ പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തു കൊടുത്തു. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവർ അപ്പോഴേ എന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ വന്നത്. കാര്യം എല്ലാവരും അറിഞ്ഞെന്നുള്ളത്. പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് ആ അമ്മച്ചി കാണിച്ചെന്ന് പറഞ്ഞ സംഭവം എനിക്കത് ഒന്ന് പറയാനുള്ളത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇവര് ആ പോലീസിനെ ഉപദ്രവിച്ചല്ല, ഷാലുപ്പേടുന്ന വ്യക്തി ഇവരെ വീഡിയോ എടുത്തപ്പോഴാണ് അവിടെ അത്രയും കടന്നിട്ട് അത്രയും ബഹളം വെച്ചത്. ആ വെളി വന്നപ്പോൾ ഇഷ്യൂ ആണ് എടുത്ത് കാണിക്കുന്നത്. അല്ലാതെ ഷാലുപ്പേട് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തല്ല മലയങ്കി സ്റ്റേഷനിൽ അമ്മച്ചി പോയത്. ഇത് അവിടെ കാണിച്ചത് മാത്രം ഷൂട്ട് ചെയ്തിട്ട് അവൻ നല്ല പിടിച്ച വന്നത്. എന്തുകൊണ്ട് മലയങ്കി സ്റ്റേഷനിൽ ഷാലുപ്പേട് പോയി? ഷാലുപ്പേന്റെ പേരിൽ ആ അമ്മച്ചി അവിടെ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഷാലുപ്പേന്റെ വ്യക്തി മലയങ്കി സ്റ്റേഷനിൽ പോകുന്നത്. ഷാലുപ്പേന്റെ വ്യക്തി ആ വൃദ്ധയായ അമ്മയുടെ ഈ ഒരു കാര്യം ദേഷ്യത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മലയങ്കി സ്റ്റേഷനിലെ പോലീസ് നടപടി എടുത്തില്ല? എന്തുകൊണ്ട് പറഞ്ഞു വിലക്കിയില്ല? ഷാലുപ്പേടിനെതിരെ അമ്മച്ചി കൊടുത്ത കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഷാലുപ്പേട് അമ്മച്ചിയുടെ പേരിൽ പൈസ പിരിക്കുന്നു. പക്ഷേ മലയങ്കി സ്റ്റേഷനിൽ ഷാലുപ്പേട് പറഞ്ഞു ഞാൻ അവരെ പേരിൽ പണപ്പിരിവൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള വീഡിയോ ഒന്നും ഇല്ല. ഇൻസ്റ്റയിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ കണ്ടോളൂ. ആ വീഡിയോ ഉണ്ട്. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഈ 3 പിള്ളേർക്കും ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ലാത്ത 3 കൊച്ചു മക്കളാണ്. അപ്പൊ ഇനി രാത്രി എന്തിനു കഴിക്കും? അപ്പൊ നിങ്ങൾ അങ്ങനെ പട്ടണ കിടക്കുന്നു കഴിക്കാതെ? അപ്പൊ എവിടെ നിങ്ങൾ താമസിക്കണേക്ക്? പിന്നെ എവിടെ കിടക്കുന്നു പറഞ്ഞു നിങ്ങള്? റെയിൽവേ സ്റ്റേഷനിൽ കിടന്നോളൂ. ഇവിടെ വരെ ഞാൻ യാദൃശ്ചികമായിട്ട് നമ്മളെ MLA വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദയനീയമായ കാഴ്ചയാണ്. എന്റെ ബാക്കിൽ കാണുന്ന 3 പിള്ളേർക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അവര് റോഡ് സൈഡിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ കിടന്ന് തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ MLA അവരെ വിളിച്ച് MLAയുടെ റൂമിൽ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര അവസ്ഥയാണ്. അവര് ആഹാരം കഴിച്ചിട്ട് തന്നെ 2 ദിവസമായി കിടപ്പാണ്. സംരക്ഷിക്കണം. താൽക്കാലികമായി ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയ ഒരു ഇടം ഒരുക്കുകയാണ്. പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു താമസ സൗകര്യം ഇവർക്ക് അനിവാര്യമായി വരികയാണ്. പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് താൽക്കാലികമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ അനിത ചേച്ചിയുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു വീട് ചെയ്തു കൊടുക്കണം. കാരണം ഈ 3 പിള്ളേരെ കൊണ്ട് ഇനി ഈ പറഞ്ഞ പോലെ റോഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പോയി കിടക്കാൻ പറ്റൂല. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് ഇവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു വീട് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഷാലുപ്പേട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേരിൽ ഒരു വീട് വയ്ക്കുന്നിട്ടുള്ള ഫണ്ടിനായിട്ട്. അപ്പോൾ അമ്മച്ചിയുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റിൽ ഒരു QR കോഡ് കാണുന്നുണ്ട്. ആ QR കോഡ് അമ്മച്ചിക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും QR കോഡ് ഉള്ളത്. ഏതായാലും ഞാൻ ആ QR കോഡിൻ്റെ പിറകിലോട്ട് പോയപ്പം എനിക്ക് കാണാൻ സാധിച്ചത് സ്കാൻ ചെയ്തു. കേരളത്തിൽ നിന്ന് നമുക്ക് ആ QR കോഡ് എടുക്കാമല്ലോ. QR കോഡ് എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോഴും കാരണം വെച്ചാൽ ആംബുലൻസ് എന്ന പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ്, ഷാലുപ്പേട് ഇതിന് നേരത്തെ അനൗൺസ്മെന്റ് ചെയ്ത കാര്യമാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാര്യം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അത് 2 ആഴ്ചക്കകത്ത് നമ്മളത് സെറ്റ് ചെയ്യും. ഒട്ടുമിക്ക വീട്ടിലും ഈ ആംബുലൻസിന്റെ QR കോഡും ബാങ്ക് അക്കൗണ്ടും കാണാം.
അപ്പം എന്തിനാണ് ഈ ആംബറോസിൻ്റെ QR കോഡ് ലാസ്റ്റ് കൊണ്ട് പതിപ്പിച്ച് വെച്ചത്? ഈ അമ്മച്ചിയുടെ അക്കൗണ്ട് വെച്ചിട്ട് അമ്മച്ചിയുടെ പേരിൽ അക്കൗണ്ടിൽ പൈസ വന്നു, ഒരു 50,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയെ വിട്ട് ആ പൈസ എടുപ്പിച്ചു, ഷാലിപ്പേര് എടുപ്പിച്ചു. എന്നിട്ട് ഈ ആംബുലൻസിന്റെ പേരിൽ വന്ന ഫണ്ട് അത് ആരെടുത്തുകൊണ്ട് പോയി? അപ്പോൾ ഷാലിപ്പേറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ഇത് ചെയ്യുന്നത്. ആ ട്രസ്റ്റിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? ആ ട്രസ്റ്റിൽ നിന്നുള്ള ഈ വന്ന ഫണ്ട് ഈ അമ്മച്ചി പേരിൽ മാത്രമല്ല, പല വീട് ഇടുമ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന QR കോഡും ബാങ്ക് അക്കൗണ്ടും ഈ ആംബുലൻസിന്റെ പേരിലാണ്. ഈ ട്രസ്റ്റിന്റെ പേരിൽ വന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു? അമ്മച്ചിക്ക് വീട് വെച്ച് നോക്കാണ്ട് പൈസ പിരിച്ച് വീട് സെറ്റാക്കി, പക്ഷേ ഫണ്ട് വന്നത് ആംബുലൻസിന്റെ പേരിൽ. അപ്പം എപ്പോഴും QR കോഡ് വയ്ക്കുമ്പോൾ QR കോഡിൽ ആൾക്കാർ പൈസ തരാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങളെ ഓരോരുത്തരെയും കണ്ണുനീര് കാണിച്ച് സാഡ് മ്യൂസിക് കേട്ടിട്ട് നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ഓരോ രൂപയും ചെന്നെത്തുന്നത് ഇതുപോലുള്ള ഫ്രോഡുകളെ പോക്കറ്റിലാണ്. ബിനാമികളായിട്ട് അക്കൗണ്ട് ഉണ്ട്, ഇവരുടെ ഭാര്യയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട്, ഇവരുടെ കൂട്ടുകാരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട്. ഇതിലൊക്കെയാണ് ഈ ഫണ്ട് വരുന്നത്. അല്ലാതെ സ്വന്തം അക്കൗണ്ട് കാണിച്ചിട്ട് ഞാൻ കണ്ട എൻ്റെ അക്കൗണ്ട് 0 ആണേ, ഞാൻ ഇത് പൈസ എല്ലാം വന്നതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എൻ്റെ മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ വന്ന ഫണ്ട് എല്ലാം തന്നെ ആംബുലൻസ് എന്ന പേരിലും മറ്റു പല ആൾക്കാരുടെ ഡെമ്മി ബാങ്ക് അക്കൗണ്ടുകളെ വന്നത്. ഒരു വീട്ടിൽ തന്നെ 2 അക്കൗണ്ട് നമ്പർ വയ്ക്കാറുണ്ട്. ഒന്ന് ആ വീട്ടുകാരുടെ അക്കൗണ്ട് നമ്പറും ഒന്ന് ഒരാളുടെ ഡെമ്മി അക്കൗണ്ട് നമ്പറും. കൂടെയുള്ള പല ആൾക്കാരുടെ പേരിൽ വസ്തു വാങ്ങിച്ച തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു കാർ വാങ്ങിച്ച് XEV9 യഥാർത്ഥ വില വന്നിട്ട് 30 ലക്ഷം രൂപ, 25 to 30 lakhs. വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള വില വന്നിട്ട് 35-40 ലക്ഷം രൂപയാകും. എവിടെ നിന്ന് ഈ ഫണ്ട് വന്നു? സാധാ ഒരു ക്യാമറമാൻ ആയിട്ടുള്ള ഒരാളുടെ വരുമാനം എത്രയാണ്? ഇതിൽ എത്ര ആൾക്കാർ ക്യാമറ ജോലിക്ക് എന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്? നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് ഈ XEV പോലത്തെ വണ്ടി 30-40 ലക്ഷം രൂപയുള്ള വണ്ടി പുള്ളി വാങ്ങിച്ചത്? പുള്ളിയുടെ കയ്യിലാണ് ഓടി കാർ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഈ കാർ വാങ്ങിച്ചെന്ന് പറയുന്നു. ആ കാറിന്റെ വില വന്നിട്ട് 10-14 ലക്ഷം രൂപ ആ വാഹനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും 30-40 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടിയുടെ EMI എത്രയാണ്? ആഭ്യന്തര മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറിന്റെ മീഡിയ കോർഡിനേറ്റർ കൂടെയാണ് നമ്മുടെ ഷാലു. ഈ തൂഫാനുള്ള എല്ലാ കോർഡിനേഷൻ വർക്കുകളും ചെയ്തു കൊടുത്തത് ഷാലു എന്ന വ്യക്തിയാണ്. ഈ കേസ് കൊടുത്തതിന്റെ ഫലമായിട്ട് പ്രശ്നമുണ്ടാക്കി ഈ വൃദ്ധയെ അടിക്കുന്നതും ഈ കൈനെ പിടിച്ച് ഓടിക്കുന്നതും താഴേട്ട് ചവിട്ടുന്ന സംഭവം നിങ്ങൾ കാണുന്നത്. ഏതായാലും നന്മ മരത്തിന്റെ പൊയ്മുഖം ഇനിയെങ്കിലും മനസ്സിലാവണം. എന്നെ ചീത്ത വിളിച്ചവരും എന്നെ മോശമായിട്ട് പറഞ്ഞവരും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരാളെ മുഖമാണ് എക്സ്പോസ് ചെയ്തത്. ഇതുപോലെ പലരുടെ ആൾക്കാരെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ വ്യക്തി വൈരാഗ്യമല്ല. എപ്പോഴും ഷാലിപ്പയ്യന്റെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയുന്നവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്, അവരെ മോശമായിട്ട് പറയാറുണ്ട്. ഇപ്പം ഞാൻ പറയും എന്നെ കുടിയനെന്നും എന്നെ സംഭവം എന്നൊക്കെയായിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ട് കൂടില്ലാത്ത വ്യക്തി കൂടെയായ ഷാലിപ്പയ്യാണ് എന്നെ അത്രമാത്രം ഞാൻ പൈസ വാങ്ങിക്കുന്നതെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ആഴ്ച മുമ്പായിട്ടാണ് ഷാലിപ്പ എന്നെ നേരിട്ട് കാണുന്നത്. എൻ്റെ പേരിൽ ഒരു സൈബർ സെല്ലിൽ പുള്ളി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പട്ടം സൈബർ സെല്ലിൽ പോയപ്പോഴാണ് ഷാലിപ്പയ്യ എന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ വ്യക്തിയാണ് പറഞ്ഞത്, ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് വെള്ളം അടിക്കാൻ പൈസ വാങ്ങിക്കാറുണ്ട്, ഡെയിലി എനിക്ക് തരാറുണ്ട്, അപ്പം ഞാൻ കൊടുക്കാത്ത കൊണ്ട് പോയില്ലാണ് പുള്ളി എന്നെ ഞാൻ വീടെന്ന് പറഞ്ഞത്. ഇയാൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല വീടെല്ലാം വെച്ച് കൊടുക്കുന്നത്. നിങ്ങളെപ്പോലെ സാധാരണക്കാരൊന്നും പൈസ പിരിവെടുത്തിലാണ് ചെയ്യുന്നത്. ആ പിരിവെടുക്കുന്ന പൈസ കറക്റ്റ് അവരുടെ കൈകളിലല്ല പോകുന്നത്, പലരുടെയും കൈകളിലും പലരുടെയും അക്കൗണ്ടിലാണ് പോകുന്നത്. ഷാലിപ്പയ്യൻ്റെ അക്കൗണ്ടിലല്ല പോകുന്നത്. ഷാലിപ്പയ്യന് വേറെ അക്കൗണ്ടുകളുണ്ട്, പല ഡെമ്മി അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടിലൊക്കെയാണ് പൈസ പോകുന്നത്. അപ്പം ഷാലിപ്പയ്യൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പേരിൽ വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായ ധാരണ ലഭിച്ചതിന് പരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ക്യാമറമാനുള്ള വരുമാനം വേറെ ഒന്നുമല്ലല്ലോ. വീട്ടിൽ ഫാമിലി ഉണ്ട്, ഫാമിലി നോക്കണം, മക്കളെ പഠിത്തം നോക്കണം, ഇതൊക്കെ അതിലുള്ള കാര്യങ്ങളല്ലേ. അപ്പം ഈ പൈസയൊക്കെ എവിടെ നിന്ന് വന്നു? ചാരിറ്റി അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. പാവങ്ങളുടെ കണ്ണീര് കാണിച്ചിട്ട് പൈസ സ്വന്തം പോക്കറ്റിലോട്ടും സ്വന്തം അക്കൗണ്ടിലോട്ട് നിറയ്ക്കുന്ന ഈ ചാരിറ്റി നന്മ മരങ്ങളെ എന്ത് ചെയ്യണം? സത്യം ഒരു നാൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പാവങ്ങളെ അക്കൗണ്ട് സഹായിക്കണമെങ്കിൽ പാവങ്ങളെ വീഡിയോ കാണിച്ചിട്ട് അവരെ നേരിട്ട് സഹായിക്കേണ്ട മനസ്സ് നിങ്ങൾ ഉണ്ടാവണം. അല്ലാതെ ഇവനെപ്പോലുള്ള ഫ്രോഡുകളല്ല പൈസ നിങ്ങൾ കൊടുക്കേണ്ടത്. ചാരിറ്റി നിങ്ങൾ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നേരിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവരെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് സഹായങ്ങൾ കൊടുക്കുക വളരെ നന്നായിരുന്നു. കാരണം ഇതുപോലുള്ള ഫ്രോഡുകൾ ഇതുപോലെ ഇനിയും കാണിക്കും, ഇനിയും നന്മമരങ്ങൾ ഉണ്ടാകും. ഇനി കേരളം നന്മ മരങ്ങളുടെ കേന്ദ്രമായി മാറും. കാരണം നന്മ മരത്തിന് ഡിമാൻഡ് ഏറെയാണ്. കാരണം പോക്കറ്റും അക്കൗണ്ടും ബാക്കി വസ്തുവകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. പണ്ട് വാങ്ങിയിരുന്ന പല നന്മ മരങ്ങളും ഇന്ന് ഏറ്റവും ഒതുങ്ങി വലിയ ഇതായിട്ട് പോകുന്നുണ്ട്. കാരണം എന്തെന്നറിയാലോ,
ഉണ്ടാക്കേണ്ട മാക്സിമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഒരു അസുഖം വന്നവർ എന്ത് ചെയ്യും? ദൈവം എന്ന ശക്തി ഉണ്ടെങ്കിൽ ഇവർക്ക് അതിന് തെളിവ് കാണിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും എന്നെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കുടുംബക്കാർ. ഒരു വീട് പണ്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പറയുമ്പോൾ അവർക്ക് കുടുംബം ഉണ്ടെന്ന്, എന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ കുടിയനാണെന്ന്, ഞാൻ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, അവർ സ്കൂളിൽ പോകുന്നവരാണ്. അപ്പോഴൊന്നും നീ തോന്നിയില്ലായിരുന്നാ? നിന്നെ ഞാൻ അത്ര മോശമായിട്ട് പറയില്ല, നീ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വിമർശിച്ചുള്ളൂ. ഇന്ന് നീ കാണിച്ചത് പക്ക തെണ്ടിത്തരം. ശക്തമായ രീതിയിൽ ഇടപെടണം, ശക്തമായ അന്വേഷണം വേണം. ഇവൻ്റെ അക്കൗണ്ട്, ഇവൻ്റെ ഫാമിലിയുടെ അക്കൗണ്ട്, ഇവൻ്റെ കൂട്ടുകാരുടെ അക്കൗണ്ട്, ഇവൻ്റെ ആംബുലൻസ് എന്ന പേരുള്ള ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്, ഇതെല്ലാം നിയമത്തിന് കീഴിലാവണം. ഈ അക്കൗണ്ടിലെ പരിശോധിക്കണം. പലയിടത്തും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇവൻ്റെ പേരല്ല, ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ പേരിലാണ്. അതെല്ലാം അന്വേഷണ വിധേയമായിട്ട് കണ്ടുപിടിക്കാൻ വേണം. ഈ ചാരിറ്റി മരത്തെ ഇനി വളരെ അനുവദിക്കരുത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രിയപ്പെട്ട മന്ത്രിയോടും അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഈ അമ്മച്ചിയും ഈ 3 മക്കളെയും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കേണ്ട ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. അവരുടെ ജീവിതാവസ്ഥ വളരെ മോശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ബ്ലോഗർ എന്നെ പറയുന്ന ഒരു മാനസികാവസ്ഥ തെറ്റിയതാണെന്ന്. തെറ്റിയ ആ മാനസികാവസ്ഥയെ പറ്റിക്കുന്നതായിട്ടുള്ള എവനെപ്പോലെയുള്ള ആൾക്കാരെ തുറങ്കിൽ അടക്കുകയും ചെയ്യണം. ഇവർക്ക് നീതി കിട്ടുകയും ചെയ്യണം. നമുക്കൊരു നിയമ സംവിധാനമുണ്ട്, നമുക്കൊരു ഭരണകൂടമുണ്ട്, നമ്മളെ ഭരിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രിയും ഭരണകർത്താക്കളുമുണ്ട്. അപ്പോഴാണ് ഈ കുറേ നന്മ മരങ്ങൾ ഇങ്ങനെ വിലസുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരാളുടെ കർത്തവ്യമാണ്. അപ്പം അത് ഇനി വാർഡ് മെമ്പറാവാം, ഒരു പൗരനാവാം, ആരോ ആയിക്കോട്ടെ, ഒരു സഹായം കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാം. അവിടുത്തെ MLA പറയാം, അവിടുത്തെ മെമ്പറോടത്ത് പറയാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് കണ്ടു ചെയ്യാം. ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചിട്ട് ഗവൺമെൻറ് സഹായം ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നക്കാപ്പിച്ച പൈസ കൊണ്ട് വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൊണ്ടിട്ട് വീട് വയ്ക്കാനായിട്ട് സ്വന്തം പോക്കറ്റ് നല്ല നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് ക്രൗഡ് ഫണ്ട് എടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ പൈസ എങ്ങോട്ട് പോകണം എന്നുള്ള കണ്ടുപിടിക്കാൻ ചുമതല കൂടെ ഗവൺമെൻറ്റുണ്ട്. കാരണം ചാരിറ്റിയുടെ നമ്മളിൽ ഒത്തിരിയേറെ തട്ടിപ്പുണ്ട്. അതുപോലെ തന്നെ രോഗികളുടെ വീടിയിട്ട് അവരുടെ പൈസ വാങ്ങിക്കുന്ന കുറേ നന്മ മരങ്ങൾ ഇവിടെയുണ്ട്. പാവപ്പെട്ട കിടപ്പ് രോഗികളിൽ നിന്ന് പൈസ വാങ്ങി ചെയ്യുന്ന നിൻ്റെയൊക്കെ പൊയ്മുഖത്തെ വലിച്ചു കീറുക തന്നെ ചെയ്യും. ഇതിന് നീയായാലും ശരി, അവനായാലും ശരി, എവനായാലും ശരി. വീണ്ടും കാണാം. ബൈ ബൈ.